വിശ്വസിക്കല്ലേ ഒടുവിൽ നമ്മുടെ അമ്മ ജയിലില്. നിങ്ങൾക്കൊരു കുഞ്ഞു പിറക്കുന്നത് സത്യഭാമയ്ക്ക് ഇഷ്ടമല്ല. സത്യഭാമയ്ക്ക് അമ്മയോടുള്ള പക അത് തീർക്കാനുള്ള ഒരു ആയുധമായിരുന്നു പ്രീതി. എല്ലാവരുടെയും കണ്ണു മൂടി അവൾ അത് സാധിച്ചെടുക്കുകയും ചെയ്തു. സുസ്മിത പോലീസ് കൊണ്ടുപോയെന്ന് തന്നെയല്ലേ പറഞ്ഞത്? ആ കാഴ്ചയാണ് നമ്മളൂടെ അവിടെ വേണ്ടായിരുന്നല്ലേ? സാരമില്ല, എല്ലാ തെളിവുകളോടെയും അവള് പോലീസിന്റെ പിടിയിലായില്ലേ. ബാക്കി അർജുനേട്ടൻ നോക്കിക്കോളൂ. നിയമം കൊണ്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ തന്നെ അവൾക്ക് കിട്ടും. ഇനിയെങ്കിലും ആ വീട്ടില് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാലോ. അമ്മയ്ക്ക് അവളുടെ തനിനിറം ബോധ്യമായല്ലോ, അത്രയും സന്തോഷം. അല്ല, ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? ഇനിയിപ്പോ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കും. ഗുരുതരമായ കേസായതിനാല് കോടതി ജാമ്യം കൊടുക്കില്ല. ഇപ്പൊ മിക്കവാറും സബ് ജയിലിലേക്ക് അയച്ചിട്ടുണ്ടാവും. എന്താ രണ്ടാളും ഇങ്ങനെ പകച്ചു നിൽക്കുന്നേ? സംശയിക്കണ്ട, ഇത് സബ് ജയിലൊന്നും അല്ല, സത്യാമ്മയുടെ വീട് തന്നെയാ. നീ എങ്ങനെ ഇവിടെ? എങ്ങനെ? അതാണ് ചോദ്യം. ആ ശാലിനി, നീ ഒരിക്കലൊരു കൊമ്പനാനയുടെ കഥ പറഞ്ഞില്ലേ, അരിക്കൊമ്പൻ? അതിനെ വരെ തളച്ചെന്ന്. മയക്കുവെടി വെച്ച് കാട് കടത്തിയ കൊമ്പൻ തിരിച്ചങ്ങ് ചിന്നക്കനാലിൽ എത്തി. ശാലിനി, GPS മാപ്പോ റഡാറോ ഒന്നും നോക്കിയല്ല കൊമ്പൻ തിരികെ എത്തിയത്. ലക്ഷ്യബോധം, അത് മാത്രമേ ഉള്ളൂ തലയ്ക്കുള്ളിൽ. പിന്നെ ഉറച്ചൊരു നിശ്ചയദാർഢ്യം. ഈ കൊമ്പനെ തളയ്ക്കാൻ നീ വെച്ച വെടിയൊക്കെ പാഴായി ശാലിനി. തോക്കില് വീണ്ടും ഉണ്ടെന്നിറക്കാൻ മെനക്കെടണ്ട. സമയവും അധ്വാനവും പാഴ്. സുസ്മിത ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിലേ ഒരു വഴിയേ ഉള്ളൂ. വെള്ള പൊതപ്പിച്ചങ്ങ് തെക്കോട്ടെടുക്കണം. ആ വിഷ്ണുവേട്ടൻ ചോദിച്ചില്ലേ ഞാൻ എങ്ങനെ വീണ്ടും ഇവിടെ എത്തിയെന്ന്? ശേഷിച്ച കാലം ഞാൻ കോടതിയും ജയിലും ആയിട്ടൊക്കെ നരകിക്കുന്ന കരുതിയവർക്കുള്ള മറുപടിയായത്. പോലീസിനും കോടതിക്കുമൊക്കെ സത്യം ബോധ്യപ്പെട്ടു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലൊക്കെ എനിക്കിപ്പോ നല്ല മതിപ്പോ ആദരവോ കേട്ടോ. പ്രീതിക്ക് കൊടുക്കാനുള്ള പായസത്തിൽ ഞാൻ വിഷം ചേർത്തു എന്നുള്ളത് സത്യമാ. പറയുന്നത് മുഴുവൻ കേട്ടിട്ട് റിയാക്ട് ചെയ്യും വിഷ്ണുവേട്ടാ. ഞാൻ ചേർത്തത് പ്രോട്ടീൻ പൗഡറാ. പ്രീതിയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രോട്ടീൻ പൗഡറിൽ വിഷം ചേർത്തിരുന്ന കാര്യം എനിക്കറിയില്ലല്ലോ. പ്രോട്ടീൻ പൗഡർ എനിക്ക് തന്നത് വസുമതി ആന്റി. അവർക്ക് പ്രീതിയുടെ കുഞ്ഞിനോട് അത്രയും വിരോധം ഉണ്ടായിരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പ്രീതിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണേന്ന് പറഞ്ഞ് സ്നേഹം നടിച്ച് അവരെന്റെ കയ്യിൽ ഇത് തരുമ്പോ അതിൽ ഇങ്ങനൊരു കെണിയുണ്ടാവുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കൃത്യം ചെയ്തത് താനാണെന്ന് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയാ പ്രീതിയുടെ കുഞ്ഞിനെ ഞാനാ ഇല്ലാതാക്കിയതെന്ന് സമ്മതിച്ചെന്ന് പറഞ്ഞ് അവര് കഥ മെനഞ്ഞത്. അത് വിശ്വസിച്ച പ്രീതി ഈ പാവം എന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു. എന്റെ കഴുത്തിന്റെ വേദന ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. പ്രീതിയോട് ദൈവം ക്ഷമിക്കട്ടെ. എന്താ നിങ്ങൾക്ക് ഇനിയും വിശ്വാസമായില്ലേ?
വസുമതി ആന്റി പ്രോട്ടീൻ പൗഡർ മേടിച്ച കടയിലെ ബില്ലും രേഖകളും എല്ലാം ഉണ്ട്. അതും പോരെങ്കിൽ അവര് പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കുന്ന CCTV വിഷ്വൽസും ഉണ്ട്. പ്രോട്ടീൻ പൗഡറിൽ വിഷം കലർന്നു ഫോറൻസിക്കാര് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫോറൻസിക്കാരെ വിളിച്ചതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ ശാലിനി. ഇല്ലെങ്കിൽ നിരപരാധിയായ ഈ പാവം ഞാൻ പോയി ആ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നോ? പോലീസും കോടതിയൊന്നും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഭാമാന്റിയുടെ അടുത്ത് അതാണല്ലോ എന്റെ അവസാനത്തെ കോടതി. അവിടെയാണ് സത്യം തെളിയിക്കേണ്ടത്. പോലീസ് എന്നെ മാപ്പ് സാക്ഷിയാക്കിയെന്ന് കേട്ടപ്പോ ഭാമാന്റി കരഞ്ഞുപോയി. പാവം, എന്നെ കുറച്ചു നേരത്തേക്കെങ്കിലും സംശയിച്ചതിന്. എന്താ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഭാമാന്റിയെ വിളിച്ച് ചോദിക്കേ. എന്നെ പ്രീതി തല്ലിയ കാര്യമൊക്കെ ഓർത്ത് പാവം കുറേ സങ്കടപ്പെട്ടു. ഞാൻ അടുത്ത് കിടന്ന് തോളത്ത് തട്ടി ഉറക്കിയത്. ഒഴിന്ന് മോറടി. ഒരു നിവൃത്തിയില്ലാതെ വന്ന എനിക്കത് തന്നെ ചെയ്യേണ്ടി വരും സുസ്മിത. നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ വെള്ള പുതപ്പിച്ച് തെക്കോട്ടെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞില്ലേ? എന്റെ പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിനെ കൊന്നവളാ നീ, എന്റെ അനന്തരവന്. ആ നിന്നെ വെള്ള പുതപ്പിച്ച് തെക്കോട്ടെടുക്കണമെങ്കിൽ എട്ടിപ്പിക്കുക ഈ വിഷ്ണു. കേട്ടോടി? എന്താ പറ്റിയേ? രാജീവ് സാറിന് വെട്ടേറ്റ വിവരം അറിഞ്ഞു. ആ സമയത്ത് മോൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ കേട്ടു. ശരിയാ, അങ്ങനൊരു ക്രൂരകൃത്യം കണ്ണിൽ കണ്ട ആർക്കായിരുന്നാലും മനസ്സിന് വിഷമം തട്ടിപ്പോവും. അതും സ്വന്തം ചേച്ചിയുടെ ഭർത്താവല്ലേ. ആരും വേറൊന്നും പറഞ്ഞില്ലേ? വേറെന്ത് പറയാനാ? ഏതോ അക്രമികളെ ആളുമാറി സാറിനെ വെട്ടിയതാന്ന് ശാരദമ്മ പറഞ്ഞത്. അതൊരു കൊട്ടേഷൻ അത്രേ. രാജീവ് സാറുമായി നല്ല സാമ്യമുള്ള ഒരാൾക്കായിരുന്നു കൊട്ടേഷൻ. അയാളാണെന്ന് കരുതിയാ അവര് സാറിനെ വെട്ടിയതത്രേ. എന്നിട്ട് സാറിനിപ്പോ എങ്ങനെയുണ്ട്? മോൾ ഈ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറയൊക്കെ ചെയ്യാലോ. ഞാൻ രാജീവ് സാറ് ഡിസ്ചാർജ് ആയെന്ന ശാരദമ്മ പറഞ്ഞത്. ശാരിക മോളും ഒപ്പം പോയി. അതോടെ വീടുറങ്ങി. ശാലിനി മോളും വിഷ്ണുമോനും ഒക്കെ വന്നു പോയെങ്കിലും എല്ലാവരും മൂടിക്കെട്ടി നടക്കുകയായിരുന്നു. ഞാനിപ്പോ ഹോട്ടൽ പൂട്ടി പോവാൻ ഇറങ്ങിയതാ.
മോൾക്ക് ഭക്ഷണം തന്നിട്ടേ പോകാവൂന്ന് ശാരദാമ്മ പറഞ്ഞു. അല്ല, അമ്മ എവിടെ പോയതാ? അതിന്റെ കാര്യമോ കഷ്ടം. ഇന്ന് രാവിലെ മുതൽ ജലപാനം കഴിച്ചിട്ടില്ല. എന്താണാവോ കാര്യം? രാജീവ് സാറിനെ സൗകര്യമായിട്ട് ഒറ്റയ്ക്ക് കിട്ടുമ്പോ വല്യച്ചി ഒന്ന് ചോദിച്ചു നോക്കണം. കൂടെ പറഞ്ഞ അനിയത്തിയോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നതെന്ന്. ഇനി അയാളുടെ വാക്ക് കേട്ട് തന്നെ ഞാൻ നടക്കണമെന്നാണെങ്കിൽ ഇളയ മകൾ അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിന്റെ അമ്മയാകുന്നത് കാണാൻ ശാരദാമ്മ തയ്യാറായിക്കോ. രാജീവ് സാറിന് വെട്ടേൽക്കുന്നതിന് മുമ്പ് തന്നെ ആ മനസ്സ് പൊള്ളിക്കുന്ന എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കൂടെ കൂനിമേക്കുരുപോലെ പച്ച വെള്ളമെങ്കിലും കുടിക്കാൻ ഞാൻ നിർബന്ധിച്ചിട്ട് കൂട്ടാക്കുന്നില്ല. ഒരുപാട് അസുഖങ്ങളുള്ള ആളാ. വിഷം തീണ്ടിയതിന്റെ പദ്യവും മറുപദ്യമൊന്നും കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ആഹാരം കൃത്യമായിട്ട് കഴിക്കണമെന്ന വൈദ്യര് പറഞ്ഞിട്ടുള്ളത്. ആഹാരം മാത്രമല്ല, മുടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ മരുന്നും മുടക്കി. മരുന്നും ഭക്ഷണമായിട്ട് ഞാൻ പലവട്ടം ചെന്ന് വിളിച്ചപ്പോഴും എന്നോട് തട്ടിക്കയറി. എന്നെ കഴിപ്പിക്കാൻ നീ ആരാന്നൊക്കെയാ ചോദിക്കുന്നത്. എന്നോട് അങ്ങനെയൊന്നും ചോദിക്കാറില്ലാത്തതാ. ഇങ്ങനെ പോയാ ശാരദാമ്മ നമ്മുടെ കൂടെ അധികകാലം കാണില്ല മോളെ. മോള് വന്നേ, നമുക്ക് കഴിക്കാം. ശാന്തിച്ചു വയ്ക്കാം, ഞാൻ ആവശ്യമുള്ളപ്പെടുത്ത് കഴിച്ചോളാം. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നിർബന്ധിച്ച് കഴിപ്പിക്കണമെന്നാ ശാരദാമ്മ പറഞ്ഞത്. നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. മേലാൽ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരരുത്. മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ എന്റെ റൂമിൽ നിന്ന്. ഇറങ്ങി പോവാൻ. സോറി മോളെ, ഇന്നലെ വരെ എന്റെ കൂടി വീടായിരുന്നു ഇത്. ഇറങ്ങി പോവാനാ പറഞ്ഞേ. ഒരു ഡ്രഗ് അഡിക്റ്റിനെ വിവാഹം കഴിക്കാൻ ഒരു പുരുഷനും തയ്യാറാവില്ല. കാരണം ചികിത്സയിലൂടെ മുക്തി നേടിയവര് പോലും ഏത് നിമിഷവും പഴയ വഴിയിലേക്ക് തിരിച്ചു പോയേക്കാം. നമുക്ക് തടയാൻ പറ്റാത്ത വിധം. ഓർക്കണേ അമ്മേ, അമ്മയ്ക്ക് എന്നെ എന്ത് വേണേലും ചെയ്യാം. തല്ലോ കൊല്ലോ എന്ത് വേണേലും. പക്ഷെ എന്നെ ഇങ്ങനെ ശിക്ഷിക്കല്ല അമ്മ. എന്താടി? അമ്മ ഭക്ഷണവും മരുന്നൊന്നും കഴിക്കുന്നില്ല എന്ന് ശാന്തേച്ചി പറഞ്ഞു. ഞാൻ കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ ജീവിച്ചിരിക്കില്ല ഞാൻ. അമ്മയുടെ ശ്യാമയ്ക്ക് ഒരബദ്ധം പറ്റിയതല്ല അമ്മ. അതിന് ഇത്ര വലിയ ശിക്ഷ വേണം? മോള് എഴുന്നേക്ക്. എടി എഴുന്നേക്കാൻ. ഇത്രയും വലിയ അപകടമാണെന്ന് കരുതിയില്ലമ്മ. കൂട്ടുകാരുടെ കൂടെ ഒരു രസത്തിന് തുടങ്ങിയതാ. എന്റെ ഫ്രണ്ട്സ് എല്ലാരും ആ ഗ്യാങ്ങിലുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ അവരുടെ കൂടെ പോയി വെറുതെ ഇരിക്കുകയുണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ അത് ഉപയോഗിച്ചിട്ട് ആടുകയും പാടുകയൊക്കെ ചെയ്യുമ്പോ ഞാൻ വെറുതെ ചിരിക്കും. പിന്നെ ഓരോരുത്തരായി എന്നെ
നിർബന്ധിച്ചു തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ പിടിച്ചു നോക്കി. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലൊരാളുടെ ബർത്ത്ഡേക്ക് ഈ ഒരു ഒറ്റ തവണത്തേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോ ഞാൻ വീണുപോയതാ അമ്മ. രാജീവ് സാറിന് ഇതിന്റെയൊക്കെ സൂചനകൾ കിട്ടുന്നുണ്ടായിരുന്നു. ഒരേട്ടന്റെ കരുതലോട് സാറിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ആ സാറിന് വരെ ഞാൻ രാജീവ് സാറിനെ കുറിച്ച് പറഞ്ഞതൊക്കെ കള്ള അമ്മ. സ്വപ്നത്തിൽ പോലും സാറിനെ മറ്റൊരർത്ഥത്തിൽ കണ്ടിട്ടില്ല. മയക്കുമരുന്നിനോടുള്ള ആസക്തി, ഭ്രാന്ത്, ഇതൊക്കെയാ എന്നെ കൊണ്ട് അങ്ങനെ പറയിച്ചത്. ഇവിടെ ആരും അത് വിശ്വസിച്ചിട്ടില്ല മോളെ. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയ സാറിനെ രക്ഷിച്ചത്. സാറില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ മോളെ, ഇനി എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഞാൻ പറഞ്ഞതിന് പ്രായശ്ചിത്താവില്ല അമ്മ. ഒന്നും വേണ്ട. നിന്നെ ഞങ്ങൾക്ക് പഴയ ശ്യാമയായിട്ട് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. നീയല്ല, നിന്റെ ഉള്ളിലെ മയക്കുമരുന്ന ഇതൊക്കെ ചെയ്യിച്ചെന്ന് ഞങ്ങൾക്കറിയാം. മോളെ, നിന്റെ ചിരിയും കളിയും കുസൃതിയും എല്ലാം ഈ വീട്ടിൽ നിറയണം. പോട്ടെ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് എന്റെ മോള് കരുത്. ആ നശിച്ച സാധനം ഇനി ഉപയോഗിക്കില്ലെന്ന് നീ എനിക്ക് വാക്കുതാ. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാമ്മേ. ജീവിതത്തിൽ ഒരിക്കലും ഞാനിനി മയക്കുമരുന്ന് കൈകൊണ്ട് തൊടില്ല. ഇത് സത്യം. പകരം അമ്മ എനിക്കൊരു വാക്ക് തരണം. എന്താടി? ഒരു 4 ദിവസത്തേക്ക് അമ്മ എന്നെ പുറത്തെവിടേക്കും വിടരുത്. പുറത്തു പോയാ ചിലപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് സംശയം അമ്മ. മോളെ, പുറത്തു പോവാൻ ചിലപ്പോ ഞാൻ വാശി പിടിച്ചെന്നിരിക്കും. പിന്നെ മറ്റാരും സമ്മതിക്കുന്നില്ല എന്ന് കണ്ട കണ്ണു വെട്ടിച്ച് പോകാൻ നോക്കിയെന്നും ഇരിക്കും. അതുപോലെ തടയാൻ ശ്രമിക്കുന്നവരെ ആക്രമിച്ചെന്നും ഇരിക്കും. എന്നാലും എന്നെ എങ്ങനെയും പിടിച്ചു നിർത്തണേ അമ്മ. അമ്മയോടൊപ്പം ആ പഴയ ശ്യാമയെ ജീവിക്കാനുള്ള കൊതിയുണ്ട് അമ്മ. എന്നെ പുറത്തു വിടല്ലേ അമ്മ. ഇല്ലടി, വിടില്ല. നിന്നെ അങ്ങനെ വിട്ടു കൊടുക്കില്ല ഒരു ലഹരിക്കും. എനിക്ക് വേണം നിന്നെ, ഞങ്ങൾക്ക് വേണം. ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിലേ ഒരു വഴിയേ ഉള്ളൂ. വെള്ള പുതപ്പിച്ചങ്ങ് തെക്കോട്ടെടുക്കണം. യാദൃശികമായോ ഒരു രസത്തിന് വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിച്ചല്ല ശ്യാമ. മെല്ലെ മെല്ലെ അവൾ അതിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ശാലിനി,
ഈ വീടിന് മേലുള്ള ദുരന്തം ഒഴിയുന്നില്ലല്ലോ. പ്രീതിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വിഷപ്രയോഗം നടത്തിയത് സുസ്മിത തന്നെയാണെന്ന് ഉറപ്പാ. എത്ര കഷ്ടപ്പെട്ടാ ഞാൻ അവളെ കൊടുക്കാൻ ഓരോ തെളിവും സംഘടിപ്പിച്ചത്. പക്ഷെ ഒരു നിമിഷം കൊണ്ട് വല മുറിച്ചു കളഞ്ഞു അവള്. അല്ലെങ്കിൽ ഈ സുസ്മിത എന്ന് പേരുള്ളവരെല്ലാരും ഇങ്ങനെയാ. ആ രോഹിത്തിന്റെ കാര്യം തന്നെ കണ്ടില്ലേ? അവനെ ചതിച്ചൊരു സുസ്മിതയാ. എന്ത് പറഞ്ഞേ? അല്ല, രോഹിത്തിന്റെ കാര്യം. അതല്ല, ഏറ്റവും അവസാനം പറഞ്ഞത്. അത് ഈ രോഹിത്തിനെ ചതിച്ചതൊരു സുസ്മിതയാണെന്ന്.